നമ്മളടുത്ത ദിവസമാണ് കേട്ടോ, രണ്ടാമത്തെ ദിവസം. മറ്റേ നമ്മളെ ചുണ്ടൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ തീറ്റ ഈ ഒരു ബക്കറ്റിലുണ്ട്. അതുപോലെ നമ്മളെ ഒരു ഹാൻഡ് ലൈനും ഇതിൽ റോഡും പിന്നെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഏതായാലും പോയി നോക്കാം നമുക്ക്. ഇന്നലെ പോയിട്ട് ആകെ ഒറ്റ ചുണ്ടനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. എന്തായാലും ഇപ്പം ഇന്ന് പോയി നോക്കാം. ഇന്ന് കുറച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം ഇന്ന് പ്രോപ്പർ സ്പൈഡർക്കും കാര്യങ്ങളൊക്കെ എടുത്താണ് പോകുന്നത്. ഓക്കെ, പോകും ബൈ. അപ്പോൾ ഇത് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്കിനി കുറച്ച് നടന്നു പോകാനുണ്ട് കേട്ടോ. ചുമ്മാ ആ ഒരു ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എനിക്ക് തോടൊക്കെ ഉണ്ട്, വരവൊന്നുമില്ല, വെള്ളമൊക്കെ ആകെ വെട്ടി കഴിക്കാം. അപ്പോൾ ഞാൻ ചുണ്ടടാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം, വഴി കാണിച്ചു തരാം കേട്ടോ. തിരിച്ചു വരുമ്പോഴാണ് കുറച്ചുകൂടെ പേടി, കുറച്ച് ഇരുട്ടാകുമ്പോൾ. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കാടാണ്, എല്ലാ ടൈപ്പ് ജീവികളും ഉണ്ടാവും ഇതിനുള്ളിൽ. കാട് സ്ലിപ്പാവാണ്ട് അടിയിൽ എല്ലാം തിരില്ല വൃത്തി. അയ്യോ, ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ടൊന്നും അങ്ങനെ വേറെ ആരും അടുപ്പിക്കാറില്ല. കാരണം പുറത്തുനിന്ന് വേറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കൃഷി എന്തൊക്കെ ആകെ നാശമാക്കും. നമ്മൾ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹാൻഡ് ലൈന് ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമ്മളെ പൈനീറിൻ്റെ റോഡ് ഒരു ലുക്കാനൻ്റെ റെനോ അറിയില്ല കേട്ടോ, പൊട്ടിയൊരു റോഡാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. രണ്ടിനും കുറച്ച് തട്ടിങ്ങനെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ചെറുതെന്തോ കുത്തി കളിക്കുന്നു. നമുക്ക് നോക്കാം എന്തായാലും. അയിമെന്തോന്ന് കുടുങ്ങിയാൽ ഇതിലെന്തോന്നുണ്ട് കേട്ടോ, നോക്കാം. യെസ്, വെക്കാം. അല്ല, എത്ര എണ്ണം കുടിക്കണപ്പോൾ? ഒന്നുമ്പോൾ തന്നെ രണ്ടെണ്ണം കുടിക്കണ്ട. വയ്യ ഉണ്ടോ? ഒന്നുമ്പോൾ തന്നെ 2 ചുണ്ടനും ഒരു പരലും. ഓക്കെ, ആദ്യം വലയിലാക്കട്ടെ. ഇതിന് ചെറിയൊരു പരലുണ്ട് ഉള്ളല്ലേ, ഇത് നമുക്ക് വേണ്ട. ജീവിക്കുമെന്ന് അറിയില്ല. ഓക്കെ, പോട്ടെ. എങ്ങനെ ഊരും? 2ൻ്റെ മേലും 2 കുളത്ത് വെച്ച് കയറിയിട്ട് രണ്ട് 3. അല്ല, ഇത് സീനാണ്. വാലുവിനൊക്കെ അടിച്ച് കയറി. 4. ഇത് മൊത്തം കൊളുത്ത് കയറിണ്ടല്ലോ.
6 കൊളുത്ത് വന്നതിൽ അടുത്തത് ഇവിടെ ബെല്ലടിക്കുന്നുണ്ട്. ചെറുതെന്തെങ്കിലും കുടുങ്ങിയതായിരിക്കും. ഏതായാലും തിങ്ങളൊന്ന് മൂലക്കലിട്ട് കെട്ടി വെക്കാൻ ഇവിടെ തന്നെ വെക്കാം. ഈ ഒരു സെറ്റപ്പ് കാസ്റ്റ് ചെയ്ത് ഇടാം. ഇതെല്ലാം കയ്യിലിരിക്കട്ടെ. ഓൾറെഡി ഇതാ സ്പൈഡർ ഉണ്ട ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ. നല്ല വെയിലാണ്. ഇതൊന്ന് കാസ്റ്റ് ചെയ്തിടാം. കുറേ ലോങ്ങിലോട്ടൊന്നും ഇടുന്നില്ലേ, ഏകദേശം ഒരു നടുക്ക് അങ്ങനെ ഇട്ടിട്ടുള്ളൂ. നോക്കാം, പ്രതീക്ഷയുണ്ടെന്ന്. നല്ല ഡെപ്തുള്ള സ്ഥലമാണ്, ഇപ്പോഴും അടിയിലെത്തിയിട്ടില്ല. ഓക്കെ, എത്തി. ഇനി ഡ്രാഗൊക്കെ ഒന്ന് ലൂസാക്കി വെച്ച് ഇൻ കേസ് ഏതെങ്കിലും ഒരു വലിയ മീൻ അടിച്ചാൽ ചൂണ്ട പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ചുണ്ടന് ശരിക്കും ഡ്രാഗ് ലൂസാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി റോഡോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ബെല്ല് വെക്കണം. ബെല്ല് വെച്ച് ഇവിടെ ലൈനൊക്കെ ഒന്ന് പ്രോപ്പറാക്കി നോക്കട്ടെ. ഓക്കെ, അത് സെറ്റാണ്. ഓക്കെ, ഒന്ന് ആരോ ഉണ്ട് ഞാൻ വിചാരിക്കുന്നു. എടുത്തു നോക്കട്ടെ. എടുത്തു നോക്കുമ്പോൾ ചെറുതുണ്ട്. വീണ്ടും 2 ചുണ്ടൻ. ചെറുതാട്ടോ. ഇത് 5 എണ്ണമുണ്ട് ഇപ്പോൾ. അടുത്തോളം അടിച്ചിട്ടുണ്ട്. ഇതാട്ടോ, അടുത്ത് ഒരു ചുണ്ടൻ. ആരോ നടിച്ചിട്ടുണ്ട്, നോക്കാം. ബാഗ് ടൈറ്റ് ചെയ്ത് നോക്കട്ടെ. ആരോ ഉണ്ട്. ആരോ ചെറുതെന്തോ.
എടാ മിസ്സായി പോയി മിസ്സാവണേ. നന്നായിട്ട് മിസ്സാവുന്നുണ്ട് അത്യാവശ്യം. എനിക്ക് രണ്ടാമത്താണ് മിസ്സാവുന്നത്. ഇന്നലെ ഒന്ന് മിസ്സായി. ഇപ്പോൾ ഇതാണ് നമ്മൾ സ്പൈഡർ കേട്ടോ. ഇന്നലെ ഒന്ന് മിസ്സായി, ഇന്നിപ്പോൾ ഇത് അടുത്ത് മിസ്സായി. പക്ഷേ അപ്പോൾ നമ്മളെ മീൻപിടുത്തം കഴിഞ്ഞു. താഴോട്ട് ഇറങ്ങിയിട്ട് മീനുകളെ ഇങ്ങോട്ട് അടിക്കട്ടെ. ഇങ്ങോട്ടോ നമ്മൾ കിട്ടിയ മീനുകൾ കുറച്ച് മിസ്സ്. 2 പ്രാവശ്യം അടിച്ചത് രണ്ടും താഴെ ഉടക്കി. അങ്ങനെ 2 സ്പൈഡറൊക്കെ മിസ്സായിട്ടോ. നമ്മൾ 2 സ്പൈഡറൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അത് ഇന്ന് വാങ്ങിയത്. അത് രണ്ടും ഇന്ന് തന്നെ പുഴയിലോട്ട് ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടി നിർത്തി ഗൈസ്. ബൈ ബൈ.